കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടി ഉണ്ടാക്കാം ഇന്ന്. കണ്ണൂർ ഭാഗത്ത് ഇതിന് വെട്ടുകേക്കെന്നും മുട്ടക്കേക്കെന്നും പറയും. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉൾവശം നല്ല സോഫ്റ്റും ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ചായക്കടി കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. വെട്ടാതെയും പരത്താതെയും സിമ്പിളായി ഈ ചായക്കടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി 2 മുട്ട മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് മുഴുവനായും 1 കപ്പില്ല, കുറച്ച് കുറവാണ്. ഞാനിത് 3 മുട്ടക്കുള്ള പഞ്ചസാരയാണ് ഇടുന്നത്. ഇത് കറക്റ്റ് മധുരമായിരിക്കും. നമ്മളിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് 2 മുട്ടയല്ലേ ഒഴിച്ചു കൊടുത്തത്, ഇനി 1 മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കുക. ടോട്ടൽ 3 മുട്ടയായി. പഞ്ചസാരയും ഏലക്കാക്കുരുവും കൂടി പൊടിച്ച 1/2 ടീസ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കുക. പഞ്ചസാര നന്നായി അലിഞ്ഞു വരണം. മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ച മിക്സ് പാത്രത്തിലേക്ക് മുഴുവനായി ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. 3 മുട്ടയ്ക്ക് ടോട്ടൽ 3 കപ്പ് മൈദപ്പൊടി വേണം. എല്ലാം കൂടി ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യാതെ കുറേശ്ശെ ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാം, പക്ഷേങ്കിൽ മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ്. ഇത് കൈ കൊണ്ട് കുഴക്കാം, പക്ഷേ കയ്യിലെല്ലാം പറ്റിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഞാനിത് സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുന്നത്. കുറച്ച് പൊടിയിട്ട് അത് മിക്സായി വന്നതിന് ശേഷം ബാക്കിയുള്ള പൊടിയിടാം. സാവധാനത്തിൽ എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. അത് ഇതേപോലെ ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത് ബാക്കിയുള്ള മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ടോട്ടൽ 3 കപ്പ് മൈദപ്പൊടി കറക്റ്റായിരുന്നു എനിക്ക്. നമ്മൾ എടുക്കുന്ന മുട്ടേൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും മൈദപ്പൊടീൻ്റെ അളവ്. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് സാവധാനത്തിൽ ഇതേപോലെ കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. സ്പൂണ് കൊണ്ട് ഇതേപോലെ കുഴച്ച് ടൈറ്റായി വരുന്ന സമയത്ത് കൈ കൊണ്ടിത് കുഴച്ചെടുക്കുക. കൈകൊണ്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിപ്പോൾ ഈ പാത്രത്തിൽ നമ്മളെ കൈക്കെല്ലാം ഒട്ടിപ്പിടിച്ചിട്ടില്ലേ, അത് മാറാൻ വേണ്ടിയാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. സാധാരണ നമ്മൾ എടുക്കുന്ന ഏത് കുക്കിംഗ് ഓയിൽ വേണ്ടിയെങ്കിലും ഇതിന് വേണ്ടി എടുക്കാം. മുഴുവനായും ഈ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ കൈക്കൊന്നും പറ്റില്ല, ചെറുതായി കുറച്ച് ഓയിലൊന്ന് കയ്യിൽ തടവിയാൽ മതി. ഇത് നമ്മുടെ ഇഷ്ടം പോലെ വലുതോ ചെറുതോ എങ്ങനെ വേണ്ടിക്കലും ഇത് ബോൾസാക്കി എടുക്കാം. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ ഇത് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റണം. ചെറിയ ബോൾസായി ഇട്ട് കഴിഞ്ഞാലും എണ്ണയിൽ നിന്ന് ഇത് വെന്ത് വരുമ്പം ഇത് കുറച്ചും കൂടി വലുതാവും. ഫ്ലെയിം സ്ലോ ആക്കി തന്നെ ഇടണം, അപ്പോഴേ ഇതിൻ്റെ ഉൾവശം നന്നായി വെന്ത് ഇതിങ്ങനെ പൊട്ടി വരുള്ളൂ. ചെറുതായി ഒന്ന് തട്ടിക്കൊടുത്ത് ഇതേപോലത്തെ കളറ് വന്നു കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സാധാരണ വെട്ടുകേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളിത് പരത്തി പിന്നെ അത് കട്ട് ചെയ്ത് പിന്നെ വേണ്ട ഫ്രൈ ചെയ്തെടുക്കാൻ, അതൊക്കെ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയില്ലേ. ഇത് ചെറിയ ബോൾസാക്കി ഫ്രൈ ചെയ്തെടുത്താൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അത് കഴിക്കാൻ വേണ്ടി. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളല്ലേ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെട്ടുകേക്ക് പോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു പൊട്ടലൊക്കെ വന്ന് കാണാനും നല്ലതായിരിക്കും, കഴിക്കാൻ സൂപ്പറാണ്. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉൾഭാഗം സോഫ്റ്റും കൂടിയായിരിക്കും. കുറേ നാളത്തേക്ക് നമുക്കിത് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇത് പൊട്ടിച്ചും കൂടി കാണിച്ചു തരാം. നോക്ക്, ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിൻ്റെ ഉൾവശം. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇത് ഹെൽത്തിയാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.